Welcome back to our GS class. Today we will study the remaining part of our chapter 3, health, hygiene and safety. Okay. Today we are going to start with a new topic, that is proper rest. Next is personal hygiene and safety. What are the safety measures? Preventing fire accidents, careful handling of sharp objects, and careful use of electricity and safety on the road. So let us learn them in detail. Proper rest. Our body needs rest. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ജോലി ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? റെസ്റ്റ് വേണം. ഈവൻ അവർ ബ്രെയിൻ നീഡ്സ് റെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ ബ്രെയിനും റെസ്റ്റ് വേണം. ആൻ അഡൽട്ട് നീഡ്സ് 6 to 8 hours ഓഫ് കണ്ടിന്യൂസ് അൺഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അതായത് ഒരു അഡൽട്ട് പേഴ്സൺ, ഒരു അഡൽട്ടിന് 6 to 8 hours വരെ സ്ലീപ്പ് അത്യാവശ്യമാണ്. അതായത് അവർ ഒരു 6 to 8 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിൽഡ്രൻ നീഡ് എ മിനിമം ഓഫ് 8 hours ഓഫ് സ്ലീപ്പ്. അതായത് കുട്ടികൾക്ക് ഏകദേശം 8 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണ്. ഗുഡ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് കീപ്പ് അസ് ഫ്രഷ് ആൻഡ് അലർട്ട്. അതായത് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി നല്ല റെസ്റ്റ് എടുത്താൽ നമ്മൾ എങ്ങനെയാണ്? ഫ്രഷ് ആയിട്ടിരിക്കും, അല്ലേ? അതുകൊണ്ട് അവർ ബോഡി നീഡ്സ് റെസ്റ്റ്. അഡൽട്ട് നീഡ് 6 to 8 hours ഓഫ് കണ്ടിന്യൂസ് അൺഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആൻഡ് ചിൽഡ്രൻ നീഡ് എ മിനിമം ഓഫ് 8 hours സ്ലീപ്പ്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ ഹൈജീൻ. Good habits are also essential for maintaining good health. Personal hygiene includes good habits and maintaining cleanliness of your body, clothes and surroundings. Take a bath regularly. അതായത് പേഴ്സണൽ ഹൈജീനകത്ത് ഫസ്റ്റ് പറയുന്ന പോയിൻ്റാണ് ടേക്ക് എ ബാത്ത് റെഗുലർലി. എല്ലാ ദിവസവും നമ്മൾ കുളിക്കണം. യൂസിങ് സോപ്പ് ആൻഡ് വാട്ടർ, ദിസ് കീപ്സ് ദ സ്കിൻ ഫ്രീ ഓഫ് ജേംസ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുളിക്കുന്നതുകൊണ്ട് ജേംസിനെയൊക്കെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജേംസ് ഒക്കെ കാണും, അതിനെയൊക്കെ നശിപ്പിക്കണമെങ്കിൽ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കുളിക്കണം. ജേംസ് ഗ്രോ ഓൺ സ്വെറ്റ് ആൻഡ് ഗീവ് എ ബാഡ് സ്മെൽ. They also cause skin diseases. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജേംസ് ഉണ്ട്, അല്ലേ? നമ്മുടെ സ്വെറ്റ്, വിയർപ്പിലൊക്കെ ഒരുപാട് ജേംസ് ഉണ്ട്. അപ്പം ആ ജേംസിൽ നിന്നൊക്കെ ജേംസ് പല പല സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ഇതൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് കുളിക്കണം. ടേക്ക് എ ബാത്ത് റെഗുലർലി. നെക്സ്റ്റ് ഈസ് ക്ലോത്ത്സ് മസ്റ്റ് ബി വാഷ്ഡ് ഡെയിലി. നമ്മുടെ തുണികളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകണം. എക്സ്പെഷ്യലി അണ്ടർ ഗാർമെൻറ്റ്സ്, ഹാൻഡ് കർച്ചീഫ് ആൻഡ് ടവൽസ്. നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സ്, ഹാൻഡ് കർച്ചീഫ്, ടവൽ, ഇത് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് എനിത്തിങ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപേ, കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് നമ്മുടെ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണമെന്നാണ് പറയുന്നത്. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് എനിത്തിങ്. എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപും കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകണം. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ കൈ സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകണമെന്നാണ് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരുപാട് ജേംസ് ഒക്കെ നമ്മുടെ കയ്യിൽ കാണും, അല്ലേ? നമ്മൾ കഴിക്കുമ്പോഴത്തേന് അത് പിന്നെ എങ്ങോട്ടാണ് ചെല്ലുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് തന്നെ ചെല്ലും. അത് പല പല
ഡിസീസസ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. നെക്സ്റ്റ് ഈസ് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ഒരു ദിവസം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും പല്ല് തേക്കണം. വൺസ് ഇൻ ദ മോർണിംഗ് ആൻഡ് വൺസ് അറ്റ് നൈറ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അതായത് രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യണം. അതുപോലെ റിൻസ് യുവർ മൗത്ത് ആഫ്റ്റർ ഈച്ച് മീൽ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ്സ്. അതായത് നമ്മുടെ നമ്മളെപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം നന്നായിട്ട് വാ കഴുകണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹെയർ ഷുഡ് ബി വാഷ്ഡ് ആൻഡ് കോംഡ് റെഗുലർലി. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചീകി ഷാമ്പൂ ഒക്കെ ചെയ്ത് ക്ലീനാക്കി വെക്കണം. ദിസ് കീപ്സ് ഇറ്റ് ഫ്രീ ഫ്രം ഹെഡ് ലൈസ് ആൻഡ് ഓൾസോ റിമൂവ്സ് ദ ഡസ്റ്റ് സ്റ്റിക്കിംഗ് ടു ദ ഹെയർ. അതായത് നമ്മുടെ തലയിൽ ഒരുപാട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതായിരിക്കും അല്ലേ, നമ്മൾ പല സ്ഥലത്തൂടെയൊക്കെ നടക്കുന്ന. അപ്പം നമ്മുടെ തലയിൽ പറ്റിയിട്ടുള്ള ഡസ്റ്റ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു പ്രാണികളൊക്കെ കാണും, അതായത് പേൻ പോലെയുള്ള ജീവികളൊക്കെ കാണും. അതിനെ നമ്മൾ നമ്മുടെ തലമുടിയൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ ഐസ് ഷുഡ് ബി വാഷ്ഡ് വിത്ത് clean and cold water 2 or 3 times every day. Use a clean handkerchief or cloth to clean the eyes. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത് നമ്മുടെ കണ്ണും നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകണം എന്നാണ് പറയുന്നത്. അതിനുശേഷം നല്ല വൃത്തിയുള്ള ഹാൻഡ് കർച്ചീഫ് ഇട്ട് തുടയ്ക്കണം. നെവർ യൂസ് എനി ഷാർപ്പ് പോയിന്റഡ് ഒബ്ജക്റ്റ് to clean your ears. It may damage the ear. അതായത് നമ്മുടെ ചെവിക്കകത്ത് ഒരിക്കലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റും ഇടരുത്. എന്ത് പറ്റും? നമ്മുടെ കേൾവി ശക്തി അത് ബാധിക്കും. ഇറ്റ് മേ ഡാമേജ് ദ ഇയർ. ഓക്കെ. നെയിൽ ഷുഡ് ബി കട്ട് റെഗുലർലി ടു കീപ് എനി ഡേർട്ട് ഫ്രം ഗെറ്റിംഗ് ഇൻ ടു ദം. അതായത് നമ്മുടെ കൈ നഖങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം, നെയിൽസൊക്കെ ക്ലീൻ ആണോ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജേംസ് നമ്മുടെ ശരീരത്തിൽ കിടക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നെയിൽസിനുള്ളിൽ. എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതുവഴി നമ്മുടെ ശരീരത്തിലെത്തും ഈ ജേംസൊക്കെ. സോ നെയിൽ ഷുഡ് ബി കട്ട് റെഗുലർലി ടു കീപ് എനി ഡേർട്ട് ഫ്രം ഗെറ്റിംഗ് ഇൻ ടു ദം. ഓക്കെ. നെക്സ്റ്റ് ഈസ് കീപ്പിംഗ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. Houseflies and mosquitoes are found in places such as garbage, drains, where water is stagnant. They carry germs which spread diseases such as cholera and malaria. So, by keeping our surroundings clean, we can prevent the spread of diseases. നമ്മുടെ വീട് മാത്രം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ പോലെ നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഹൗസ് ഫ്ലൈസും മോസ്കിറ്റോസും ഒക്കെ എവിടെയെങ്കിലും ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നിട്ടായിരിക്കും ഈ ഹൗസ് ഫ്ലൈസ് ഒക്കെ വന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഇരിക്കുന്നത്. അത് കഴിക്കുന്നതിലൂടെ നമുക്ക് പല പല ഡിസീസസ് വരും. ദേ ക്യാരി ജേംസ് വിച്ച് സ്പ്രെഡ് ഡിസീസസ് സച്ച് ആസ് കോളറ ആൻഡ് മലേറിയ. മലേറിയ പോലുള്ള ഡിസീസസ് ഒക്കെ ഈ ഹൗസ് ഫ്ലൈസും മോസ്കിറ്റോസും ഒക്കെയാണ് പരത്തുന്നത്. അത് വരാതെ കണ്ട് നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. നെക്സ്റ്റ് ഈസ് സേഫ്റ്റി. We can avoid accidents if we are a little careful and follow some safety rules. അതായത് നമ്മൾ സ്കൂളിലാണേലും പ്ലേ ഗ്രൗണ്ടിലാണേലും റോഡിലാണേലും എപ്പോൾ വേണേലും ആക്സിഡൻറ്റ്സ് ഉണ്ടാകും. എന്തുകൊണ്ടാണ്? നമ്മൾ കെയർലെസ് ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്. സോ വി ക്യാൻ അവോയ്ഡ് ആക്സിഡൻറ്റ്സ് ഇഫ് വി ആർ ലിറ്റിൽ കെയർഫുൾ ആൻഡ് ഫോളോ സം സേഫ്റ്റി റൂൾസ്. ഫസ്റ്റ് ഈസ് പ്രിവെൻറ്റിംഗ് ഫയർ ആക്സിഡൻറ്റ്സ്. ആക്സിഡൻറ്റ്സ് ഡ്യൂ ടു ഫയർ ക്യാൻ കോസ് സീരിയസ് ഇഞ്ചുറി. നമുക്കറിയാം ഫയർ അല്ലേ, തീപിടുത്തം. ഇതുകൊണ്ട് എന്താണ് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റും. സം ഓഫ് ദ പ്രിക്കോഷൻസ് ടു ഫോളോയിങ് ആർ ഗിവൺ ബിലോ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് കുറേ പ്രിക്കോഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഡു നോട്ട് പ്ലേ വിത്ത് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക്.
അതായത് തീപ്പെട്ടി എടുത്ത് കളിക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇറ്റ് മേ ഫോൾ ഓൺ യുവർ ക്ലോത്ത്സ് ആൻഡ് യുവർ ക്ലോത്ത്സ് മേ ക്യാച്ച് ഫയർ. അതായത് അതിൽ നിന്ന് നിങ്ങളുടെ ഡ്രസ്സിലെങ്ങാനും തീ പിടിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇഞ്ചുറി പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഡോണ്ട് പ്ലേ വിത്ത് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക്. നെക്സ്റ്റ് ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻ എ സേഫ്റ്റി ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റൗ വെൻ ഫുഡ് ഈസ് ബീയിങ് കുക്ക്ഡ്. ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഒരു സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ പാലിച്ച് വേണം ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. ഡു നോട്ട് ഗോ നിയർ എ ഫയർ വിയറിങ് നൈലോൺ ഓർ സിന്തറ്റിക് ക്ലോത്ത്സ്. അതുപോലെ ഈ സിന്തറ്റിക് ക്ലോത്ത്സ്, നൈലോൺ പോലുള്ള ക്ലോത്ത്സ് ഒന്നും ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഫയറിൻ്റെ അടുത്തോട്ട് പോകരുത്. കാരണം ഈസി ആയിട്ട് ഫയർ ക്യാച്ച് ചെയ്യും ഈ പറഞ്ഞ ഡ്രസ് മെറ്റീരിയൽസിലൊക്കെ. നെക്സ്റ്റ് ഈസ് ഫയർ ഡ്യൂ ടു ഇലക്ട്രിക്കൽ ഫോൾട്ട് ഷുഡ് നോട്ട് ബി പുട്ട് ഔട്ട് വിത്ത് വാട്ടർ. എ ഡിവൈസ് കോൾഡ് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഷുഡ് ബി യൂസ്ഡ്. അതായത് എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫോൾട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും അവിടെ വെള്ളം ഒഴിക്കരുത്. എന്താണ്? ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പകരം നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, നിങ്ങളുടെ ടെക്സ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്ത് വേണം ഇലക്ട്രിക്കൽ ഫോൾട്ട് കൊണ്ടുണ്ടാകുന്ന തീപിടുത്തമൊക്കെ കെടുത്താനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് in case of big fire call the fire stations for help. അതായത് വലിയ തീപിടുത്തമാണ് നമ്മൾ ഫയർ സ്റ്റേഷനിലൊക്കെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കണം. നെക്സ്റ്റ് ഈസ് കെയർഫുൾ ഹാൻഡിലിംഗ് ഓഫ് ഷാർപ്പ് ഓബ്ജക്ട്സ്. ഷാർപ്പ് ഓബ്ജക്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഡു നോട്ട് പ്ലേ വിത്ത് നൈഫ്സ് യു മേ ഗെറ്റ് ഇഞ്ചേർഡ്. അതായത് നമ്മൾ ഷാർപ്പ് ഓബ്ജക്റ്റായ നൈഫ്സ് ഒന്നും ഉപയോഗിച്ച് നമ്മൾ കളിക്കരുത്, അതൊക്കെ നമുക്ക് ഇഞ്ചുറി ഉണ്ടാകും. നെക്സ്റ്റ് ഈസ് ഡു നോട്ട് ഷാർപ്പൺ യുവർ പെൻസിൽ വിത്ത് എ ബ്ലേഡ്. അതായത് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മുടെ പെൻസിലൊന്നും ഷാർപ്പൺ ചെയ്യരുത്. എന്ത് പറ്റും? യു മേ കട്ട് യുവർ ഫിംഗർ. നിങ്ങളുടെ വിരലുകളൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂസ് എ ഷാർപ്നർ ഇൻസ്റ്റെഡ്. അതായത് ബ്ലേഡിന് പകരം ഷാർപ്നർ വേണം യൂസ് ചെയ്യാൻ. ഡു നോട്ട് പ്ലേ വിത്ത് ബ്രോക്കൺ ഗ്ലാസ്. അതുപോലെ പൊട്ടിയ ഗ്ലാസ് ഉപയോഗിച്ച് കളിക്കരുത്. ഇതൊക്കെയാണ് ഷാർപ്പ് ഓബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് കെയർഫുൾ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഈസ് വെരി യൂസ്ഫുൾ ഫോർ അസ്. വി ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ യൂസിങ് ഇലക്ട്രിക് അപ്ലയൻസസ്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഡു നോട്ട് ടച്ച് എനി ഇലക്ട്രിക്കൽ പ്ലഗ് ഓർ സോക്കറ്റ്സ് with wet hands. You may get an electric shock. അതായത് നമ്മൾ നനഞ്ഞ കൈകൊണ്ട് നമ്മൾ ഈ പ്ലഗേലോ സോക്കറ്റേലോ ഒന്നും തൊടരുത്, നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെവർ ടച്ച് ഓർ പ്ലേ വിത്ത് പ്ലഗ്സ്. പ്ലഗേലൊക്കെ ചില കുട്ടികളൊക്കെ കളിക്കും, അതൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത്. ഓപ്പൺ വയേഴ്സ് ഓർ അതർ ഇലക്ട്രിക്കൽ ഡിവൈസ്, നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസ് ഒന്നും വെച്ച് നമ്മൾ പ്ലേ ചെയ്യരുത്. ഓക്കെ. ഡു നോട്ട് പുട്ട് യുവർ ഫിംഗർ ഇൻസൈഡ് ദ എംറ്റി പ്ലഗ് സോക്കറ്റ്. അതുപോലെ തന്നെ എംറ്റി ആയിട്ടുള്ള പ്ലഗ് സോക്കറ്റിലൊന്നും നിങ്ങൾ വിരലുകൾ ഇടരുത്, അതൊക്കെ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് യു സീ എ സ്പാർക്ക് ടേൺ ഓഫ് ദ മെയിൻ സ്വിച്ച് ഓഫ് ദ ഹൗസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വുഡൻ സ്റ്റിക്ക്. എന്തെങ്കിലും ഒരു സ്പാർക്ക് കണ്ടാൽ നിങ്ങൾ മെയിൻ സ്വിച്ച് ഒരു തടി കഷ്ണം ഉപയോഗിച്ച് വേണം മെയിൻ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട്. ടേൺ ഓഫ് ദ മെയിൻ സ്വിച്ച് of the house with the help of a wooden stick. Next is safety on the road. നമ്മൾ റോഡിൽ എന്തൊക്കെ സേഫ്റ്റി റൂൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ടേക്സ് പ്ലേസ് ഓൺ റോഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് അലേർട്ട്നെസ്. ഹിയർ ആർ സം പ്രിക്കോഷൻസ് യു ഷുഡ് ടേക്കൻ വെൻ യു ആർ ഓൺ ദ റോഡ്. നമ്മൾ റോഡിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. ഫുട്പാത്തിൽ കൂടെ വേണം നമ്മൾ നടക്കാനായിട്ട്, അല്ലാതെ റോഡിൻ്റെ നടുക്കൂടെ നടക്കരുത്. അതുപോലെ ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. നിങ്ങൾ റോഡിൽ ഇതുപോലത്തെ സീബ്ര ക്രോസിംഗ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ സീബ്ര ക്രോസിങ്ങിൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് ഈസ് ഡു നോട്ട് റഷ് വൈൽ ക്രോസിംഗ് ദ റോഡ്. ക്രോസ് ദ റോഡ് ഓൺലി വെൻ ദ പെഡസ്ട്രിയൻ സിഗ്നൽ ഈസ് ഗ്രീൻ. അതായത് സിഗ്നലിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരിക്കലും റെഡ് സിഗ്നൽ ആകുമ്പോഴത്തേന്
ക്രോസ് ചെയ്ത് ഗ്രീൻ സിഗ്നൽ വരുമ്പോഴേ നമ്മൾ ക്രോസ് ചെയ്യാവുള്ളൂ. ഇഫ് യു ആർ റൈഡിങ് എ ബൈസൈക്കിൾ, ബി കെയർഫുൾ അറ്റ് റോഡ് ടേൺസ്. യൂസ് യുവർ ഹാൻഡ് ടു സിഗ്നൽ വൈൽ ടേണിങ്. ഓക്കെ, നമ്മൾ ബൈസൈക്കിളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിയുമ്പോഴത്തേക്കിന് നമ്മൾ കൈ ഉപയോഗിച്ച് സിഗ്നൽ കാണിക്കണം. അതുപോലെ തന്നെ ഒബേ ദ ട്രാഫിക് റൂൾസ് നമ്മൾ അനുസരിക്കണം. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. So our third chapter is over. You study well. We will meet in the next class. Thank you.